ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്ക്യൂസ് തിയറാണ്. സ്ക്യൂസ് തിയറം. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. നമ്മുടെ കയ്യിൽ 3 സീക്വൻസ് ഉണ്ട്. XN, YN, ZN. 3 സീക്വൻസ് നമ്മളെ കയ്യിലുണ്ട്. മാത്രമല്ല ഒരു പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ്? XN ലെസ് ദാൻ ഓർ ഈക്വൽ ടു YN ലെസ് ദാൻ ഓർ ഈക്വൽ ടു ZN ഫോർ എവരി n ബിലോങ്സ് ടു n. XN ലെസ് ദാൻ ഓർ ഈക്വൽ ടു YN ലെസ് ദാൻ ഓർ ഈക്വൽ ടു ZN ഫോർ എവരി സീക്വൻസ് n ബിലോങ്സ് ടു n. പിന്നെ ഒരു കാര്യം കൂടി തന്നാണ്. ഈ XN ലെസ് ദാൻ ഓർ ഈക്വൽ ടു YN ലെസ് ദാൻ ഓർ ഈക്വൽ ടു ZN ഇത് തന്നാണ്. പിന്നെ XN ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഒരു W ആയിട്ട് എടുക്കുക. XN Wയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ZN Wയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ തന്നത്? 3 സീക്വൻസ് XN, YN, ZN. മാത്രമല്ല XN ലെസ് ദാൻ ഓർ ഈക്വൽ ടു YN ലെസ് ദാൻ ഓർ ഈക്വൽ ടു ZN ആണ്. XN ലെസ് ദാൻ ഓർ ഈക്വൽ ടു YN ലെസ് ദാൻ ഓർ ഈക്വൽ ടു ZN ആണ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. XN Wയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ZN Wയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ തിയറം പറയുന്നത് YN എന്ന് പറയുന്ന സീക്വൻസും Wയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യണം. അതാണ് സ്ക്യൂസ് തിയറം. അതായത് സെൻറ്ററിലുള്ള സീക്വൻസ് Wയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും. എപ്പോൾ? XN ZN Wയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതാണ് തിയറം പറഞ്ഞത്. ലിമിറ്റ് XN ലിമിറ്റ് ZN ഈക്വലാണ്. ലിമിറ്റ് XN ലിമിറ്റ് ZN ഈക്വൽ ആയിട്ടുള്ള W ആണ്. അങ്ങനെയാണെങ്കിൽ YN എന്ന് പറയുന്ന ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണ്. അതുമാത്രമല്ല YN എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യണത്? XN എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യണത്? XN ZN എന്തിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് അതിലേക്ക് തന്നെ YN കൺവേർട്ട് ചെയ്യും. അതാണ് തിയറം പറഞ്ഞത്. ഇതിനെ പ്രൂവ് ചെയ്യണം നോക്കാം. അപ്പോൾ ഞാൻ XN ZN Wയിലേക്കാണ് കൺവേർട്ട് ചെയ്യണമെന്ന് ഞാൻ അസ്യൂം ചെയ്ത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് YN Wയിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. That is, we need to show that YN converges to W. ഓക്കെ, നമുക്ക് ഗിവൺ ദാറ്റ് XN ലെസ് ദാൻ ഓർ ഈക്വൽ ടു YN ലെസ് ദാൻ ഓർ ഈക്വൽ ടു ZN എന്നാണ്, മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് YN കൺവേർജസ് ടു W എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊരു സീക്വൻസും കൺവേർട്ട് ചെയ്യാൻ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ലെഫ്റ്റ് എപ്സിലോൺ എടുത്താൽ 0 എടുക്കുക. ഓക്കെ, ഇനി XN Wയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് there exists a definition of convergence of a sequence, that is there exists a natural number K1 such that modulus of, since XN converges to W ഏതുകൊണ്ട് modulus of there exists a natural number K1 such that modulus of XN minus W is less than epsilon for every n greater than or equal to K1 since XN converges to W. പിന്നെ മോഡുലസിനെ നമുക്ക് മാറ്റിയതാം. നമുക്ക് എങ്ങനെ മോഡുലസിനെ മാറ്റിയതാം? ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. മോഡ് X ലെസ് ദാൻ K ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് K ലെസ് ദാൻ X ലെസ് ദാൻ പ്ലസ് K എന്ന് എഴുതാം. അതുപോലെ ഞാൻ ഈ മോഡുലസിനെ മാറ്റിയത്, ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് XN മൈനസ് W ഈസ് ലെസ് ദാൻ എപ്സിലോൺ എങ്ങനെ മാറ്റിയതാം? മൈനസ് എപ്സിലോൺ ലെസ് ദാൻ XN മൈനസ് W ലെസ് ദാൻ പ്ലസ് എപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1. ഇനി ഇതിനെ വീണ്ടും മാറ്റിയതാണ്. ഈ ഇനീക്വാളിറ്റിൻ്റെ എല്ലാ സൈഡിലും ഞാൻ W ആഡ് ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ W മൈനസ് എപ്സിലോൺ ലെസ് ദാൻ, ഇവിടെ W ആഡ് ചെയ്യുമ്പോൾ W ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ലെസ് ദാൻ XN ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് W. ഇതൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ഇനീക്വാളിറ്റി കൊടുത്ത് കിട്ടി. അതിന് ഞാൻ ഇനീക്വാളിറ്റി നമ്പർ 1 എന്ന് കൊടുത്ത്. സെയിം ആർഗ്യുമെൻ്റ് തന്നെ ഇനി നമുക്കറിയാം ZN കൺവേർജസ് ടു W ആയതുകൊണ്ട് there exists a natural number K2 such that modulus of ZN minus W is less than epsilon for every n greater than or equal to K2. കൺവേർജൻസിൻ്റെ ഡെഫിനിഷൻ സെയിം മെത്തേഡ് തന്നെ ഞാൻ ഇതിനെ മാറ്റി എഴുതി. ഇങ്ങനെ മൈനസ് എപ്സിലോൺ ZN മൈനസ് W ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2. ഇതിനെ നേരത്തെ പോലെ എല്ലാ സൈഡിലും ഞാൻ എന്ത് ചെയ്ത് W ആഡ് ചെയ്താൽ W മൈനസ് എപ്സിലോൺ ലെസ് ദാൻ ZN ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് W. ഈ ഇനീക്വാളിറ്റിക്ക് ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2 ആയിരിക്കണം. ആ ഇനീക്വാളിറ്റി ഇതിനെ ഞാൻ എന്തെടുത്ത്? ഈ ഇനീക്വാളിറ്റി ഞാൻ 2 എന്ന് വിളിച്ചു. ഇനി ഞാനൊരു K ഡിഫൈൻ ചെയ്ത്. K എന്ന് പറയുന്നത് ഈ K2ൻ്റെയും K1ൻ്റെയും മാക്സിമം ഞാൻ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K എന്ന് അസ്യൂം ചെയ്ത്. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K എന്ന് അസ്യൂം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെ ഉണ്ടാവും? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K1 ഉണ്ടാവും, n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു K2 ഉണ്ടാവും. അപ്പോൾ അതായത് ഇനീക്വാളിറ്റി നമ്പർ 1 ഹോൾഡ് ചെയ്യും, ഇനീക്വാളിറ്റി നമ്പർ 2 ഹോൾഡ് ചെയ്യും. ഇനി നോക്കാം, നമ്മൾ 3 ഇനീക്വാളിറ്റി കമ്പൈൻ ചെയ്യാൻ പോവുക. ഏതൊക്കെയാണ് ഇനീക്വാളിറ്റി നമ്പർ 2, ഇനീക്വാളിറ്റി നമ്പർ 1, ഇനീക്വാളിറ്റി നമ്പർ 3. ഈ ഇനീക്വാളിറ്റിയും കൂടെ കമ്പൈൻ ചെയ്യണേ ഇതിന് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ 1 നിന്ന് തുടങ്ങാം. 1 തുടങ്ങാം. ആദ്യത്തെ എലമെൻറ്റ് ഞാൻ എന്ത് ചെയ്ത് 1, 2, 3 കമ്പൈൻ ചെയ്ത് ആദ്യം ഞാൻ W മൈനസ് എപ്സിലോൺ എഴുതി ആദ്യം. അതിനേക്കാളും വലുതാണ് എന്ത്? XN. അതിനേക്കാളും വലുതാണ് XN. ഇനി XNനേക്കാളും വലുതാണ് YN. അത് നമുക്ക് മൂന്നാമത്തെ ഇനീക്വാളിറ്റിയിൽ അറിയാം. XN ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൂന്നാമത്തെ ഇനീക്വാളിറ്റിയിൽ XN ലെസ് ദാൻ ഓർ ഈക്വൽ ടു YN ലെസ് ദാൻ ഓർ ഈക്വൽ ടു ZN ആയതുകൊണ്ട് നമുക്ക് XNനേക്കാൾ വലുതാണെന്ത്? YN. YNനേക്കാൾ വലുതാണെന്ത്? ZN. മൂന്നാമത്തെ ഇനീക്വാളിറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ വരെ എത്തി.
ഇനി ZNനേക്കാളും വലുതാണെന്ത് എപ്സിലോൺ പ്ലസ് ഡബ്ല്യു. ZNേക്കാൾ വലുതാണ് എപ്സിലോൺ ഡബ്ല്യു. ഇതൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആണോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇനീക്വാലിറ്റി കിട്ടി. ഇനി നമ്മളിത് മൊത്തത്തിൽ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ആവശ്യമുള്ളത് മാത്രം, അതായത് ആവശ്യമുള്ള ഇതാണ്, ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതെന്താണ്? മൈനസ് ഡബ്ല്യു മൈനസ് എപ്സിലോൺ ലെസ് ദാൻ YN ലെസ് ദാൻ ഡബ്ല്യു പ്ലസ് എപ്സിലോൺ. ഇതൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആയിരിക്കണം. ഇനി ഞാൻ ഇനീക്വാലിറ്റിൻ്റെ എല്ലാ സൈഡിലും മൈനസ് ഡബ്ല്യു ആഡ് ചെയ്താൽ ഈ മൈനസ് ഡബ്ല്യുവും പ്ലസ് ഡബ്ല്യുവും ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ മൈനസ് എപ്സിലോൺ മാത്രമാവും. ലെസ് ദാൻ ഇവിടെ മൈനസ് ഡബ്ല്യുവും കൂടെ ഉണ്ടാവും, YN മൈനസ് ഡബ്ല്യു. ഇവിടെ വീണ്ടും മൈനസ് ഡബ്ല്യുവും പ്ലസ് ഡബ്ല്യുവും ക്യാൻസൽ ചെയ്തിട്ട് പ്ലസ് എപ്സിലോൺ മാത്രമാവും. ഇനി ഞാൻ പറഞ്ഞു മൈനസ് k ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പ്ലസ് k ആണെങ്കിൽ അതിനെങ്ങനെ എഴുതാം? മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ പ്ലസ് k എന്ന് എഴുതാം. അതുപോലെ ഇതിനെ മോഡുലസ് എടുത്ത് YN മൈനസ് ഡബ്ല്യു ലെസ് ദാൻ എപ്സിലോൺ എഴുതിയാം. ഇതൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്താണ്? n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k ആണ്. ദാറ്റ് മീൻസ് YN ദ സീക്വൻസ് YN കൺവേർജസ് ടു ഡബ്ല്യു. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഓഫ് എക്സനും ലിമിറ്റ് ഓഫ് സെറ്റനും ആണ്. ദാറ്റ് ഈസ് ലിമിറ്റ് ഓഫ് YN ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സൻ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് സെറ്റൻ. അതാണ് സ്ക്യൂസ് തിയറം. അടുത്ത തിയറം എക്സൻ എന്ന് പറയുന്ന സീക്വൻസിലുള്ള മുഴുവൻ ടേമും പോസിറ്റീവാണ്. ദാറ്റ് ഈസ് എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അത് മാത്രമല്ല എക്സൻ കൺവേർജൻറ്റും ആണ്. എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്, എക്സൻ കൺവേർജൻറ്റും ആണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് എക്സൻ കൺവേർജൻ്റ് ആണെങ്കിൽ ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് അതാണ് ലിമിറ്റ് ഓഫ് എക്സൻ. ആ കൺവേർജൻ്റ് പോയിന്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ലിമിറ്റ് ഓഫ് എക്സൻ ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ, എക്സൻ കൺവേർജസ് ടു എക്സ് ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. വി നീഡ് ടു പ്രൂവ് ദാറ്റ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ കോൺട്രഡിക്ഷൻ മെത്തേഡിലാണ് ഇത് പ്രൂവ് ചെയ്യണത്. അപ്പോൾ ഞാൻ കോൺട്രഡിക്ഷന് വേണ്ടി അസ്യൂം ചെയ്ത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കോൺട്രഡിക്ഷന് വേണ്ടി അസ്യൂം ചെയ്ത് എക്സ് ലെസ് ദാൻ 0 എന്ന് ഞാൻ എന്ത് ചെയ്ത് അസ്യൂം ചെയ്ത്. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എക്സ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും അല്ലേ. -2 ലെസ് ദാൻ 0 ആണെന്ന് അറിയാം. -2 ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ മൈനസ് ഓഫ് -2 എന്ന് പറയുന്നത് എന്തായിരിക്കും? +2. ഇതെന്താണ്? ഗ്രേറ്റർ ദാൻ 0. സിമിലർലി എക്സ് ലെസ് ദാൻ 0 ആയതുകൊണ്ട് മൈനസ് എക്സ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ആ മൈനസ് എക്സിനെ ഞാൻ എപ്സിലോൺ എന്ന് വിളിച്ച്, അപ്പോൾ സ്വാഭാവികമായിട്ടും മൈനസ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് എപ്സിലോൺ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഇനി എക്സൻ എന്ന് പറയുന്ന സീക്വൻസ് കൺവേർജസ് ടു എക്സ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that modulus of xn minus x is less than epsilon for every n greater than or equal to k. ഈ ഒരു ഇനീക്വാലിറ്റി കിട്ടും. കാരണം എക്സിന് എന്താണ്? കൺവേർജൻ്റ് ആണ്. ഒന്നുകൂടെ പറയാം, എപ്സിലോൺ ഈക്വൽ ടു മൈനസ് എക്സ് എന്താണെന്ന് പറയാം? ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറയാം. അതുകൊണ്ട് കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a natural number k such that modulus of xn minus x is less than epsilon for every n greater than or equal to k. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വീണ്ടും ഈ മോഡുലസിനെ ഒന്ന് ഒഴിവാക്കുമ്പോൾ നമുക്കിങ്ങനെ എഴുതാം മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എക്സ് എൻ മൈനസ് എക്സ് ലെസ് ദാൻ പ്ലസ് എപ്സിലോൺ ഫോർ എവരി എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഇനി ആ രണ്ട് സൈഡിലും എക്സ് ആഡ് ചെയ്താൽ മൈനസ് എപ്സിലോൺ പ്ലസ് എക്സ് ലെസ് ദാൻ എക്സ് എൻ പ്ലസ് ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എക്സ്. എല്ലാ സൈഡിലും ഞാൻ എന്ത് ചെയ്ത് എക്സ് ആഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആവും, ഇവിടെ എന്തുണ്ടാവും? എക്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതൊക്കെ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആയിരിക്കണം. ഇവിടുന്ന് ഞാൻ എന്ത് ചെയ്തു അറിയാം? ഇവിടുന്ന് ഒന്നും ചെയ്യേണ്ട. മൈനസ് എപ്സിലോൺ പ്ലസ് എക്സ് ലെസ് ദാൻ എക്സ്. ഇനി എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തത് എന്തായിരുന്നു? മൈനസ് എക്സ് ആയിരുന്നു. ആ എപ്സിലോണിന് ഞാൻ വാല്യൂ കൊടുത്ത്, ഇവിടുത്തെ ഈ എപ്സിലോണിന് ഞാൻ വാല്യൂ കൊടുത്ത് മൈനസ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ എന്താ കിട്ടുക? എക്സ് എൻ ലെസ് ദാൻ മൈനസ് എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 എന്ന് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. എന്തായിരുന്നു നമ്മുടെ അസംഷൻ? സീക്വൻസിലുള്ള മുഴുവൻ ടേമും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരുന്നു നമ്മുടെ അസംഷൻ. പക്ഷേ നമുക്കിവിടെ എന്താ കിട്ടി? എക്സ് ലെസ് ദാൻ 0 എന്ന് കിട്ടി, വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. Therefore our assumption is wrong. Therefore x which is a contradiction since given that x is greater than or equal to contradiction കിട്ടി. അതുകൊണ്ട് x എന്തായേ പറ്റുള്ളൂ? ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയേ പറ്റുള്ളൂ. അതായത് ലിമിറ്റ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതാണ് ഇതിൻ്റെ പ്രൂഫ്. അടുത്തത് ഈ തൊട്ട് മുമ്പുള്ള തിയറം ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യുന്ന ഒരു തിയറാണ്. സിമ്പിളാണ്. എങ്ങനെയാണ് നോക്കാം. അടുത്ത തിയറം എക്സ് എൻ വൈ എൻ രണ്ട് സീക്വൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണ് തന്നാണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് വൈ എൻ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. എക്സ് എനും വൈ എനും കൺവെർജൻ്റ് ആണ്. എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണെങ്കിൽ ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് വൈ എൻ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്.
എങ്ങനെ പ്രൂവ് ചെയ്യണം നോക്കുക. എങ്ങനെ അതിന് പ്രൂഫ് നോക്കുക. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണെന്നുണ്ട്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എൻ ആണെങ്കിൽ ഈ എക്സ് എന്നെ റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. അതായത് വൈ എൻ മൈനസ് എക്സ് എൻ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. എന്ത് ചെയ്താൽ മതി, രണ്ട് സൈഡിലും മൈനസ് എക്സ് എൻ ആഡ് ചെയ്താൽ മതി. മൈനസ് എക്സ് എൻ ആഡ് ചെയ്താൽ എന്തുണ്ടാകുക, വൈ എൻ മൈനസ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ ഈ വൈ എൻ മൈനസ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് എല്ലാം എന്താണ്, പോസിറ്റീവാണ്. പിന്നെ എക്സ് എൻ കൺവെർജൻ്റ് ആണ്, വൈ എൻ കൺവെർജൻ്റ് ആണെങ്കിൽ വൈ എൻ മൈനസ് എക്സ് എൻ എന്തായിരിക്കും, കൺവെർജൻ്റ് ആയിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞത്, വൈ എൻ മൈനസ് എക്സ് എൻ എന്ന് പറയുന്ന സീക്വൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ തൊട്ട് മുമ്പത്തെ തിയറം ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ലിമിറ്റും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് ഓഫ് വൈ എൻ മൈനസ് എക്സ് എൻ എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി നമുക്കറിയാം ലിമിറ്റ് ഓഫ് വൈ എൻ മൈനസ് എക്സ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിമിറ്റ് ഓഫ് വൈ എൻ മൈനസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് ഓഫ് എക്സ് എൻ ലെസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് വൈ എൻ, ദാറ്റ് ഈസ് ലിമിറ്റ് ഓഫ് വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഓഫ് എക്സ് എൻ. അതാണ് തിയറത്തിൻ്റെ പ്രൂഫ്.